ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടത്. ഒരു 3 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. വലിയ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഒരു ഡിന്നർ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഡിന്നർ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചിക്കൻ്റെ എന്താണ് പറയുക, തൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലുലുവിൽ പോയപ്പം ഇങ്ങനത്തെ പീസായിട്ട് മേടിക്കുമ്പം നമ്മൾ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. ഇവിടെ കുറച്ച് റൈസും ബോയിൽഡ് വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് നോക്കിയാൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു 4 പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് തൈസ്. അപ്പോൾ ഇത് പരട്ടി വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഐറ്റംസുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാവേ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ച് ചേർക്കേണ്ട ആൾക്കാർക്ക് അരച്ച് ചേർക്കാവേ. ഒരു 2 സ്പൂൺ. ഇതിനകത്ത് ഓൾറെഡി ഉപ്പുണ്ടാവും. നമ്മളിങ്ങനെ പേസ്റ്റായിട്ട് മേടിക്കുമ്പം ഓൾറെഡി ഉപ്പുണ്ടാവും. അത് കാരണം കൊണ്ട് ലാസ്റ്റ് നമ്മൾ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. നോക്കിയിട്ട് അത്യാവശ്യത്തിന് ഉപ്പുണ്ടാവും ഇതിൻ്റെ അകത്തെ. പിന്നെ ലെമൺ, ഒരു 1.5 സ്പൂൺ. ഞാൻ നേരത്തെ അതിലേക്ക് ഒരു 1.5 സ്പൂൺ ലെമൺ. പിന്നെ ഇവിടെ എല്ലാവരും മുളക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കുറവാണ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇതിലോട്ട് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ആദ്യം. നല്ല എരിവ് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല എരിവ് ചേർക്കുക. എരിവ് വേണം എന്നുള്ള ആൾക്കാർ നല്ല എരിവ് ചേർക്കുക കേട്ടോ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തിടുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ചേർക്കേണ്ട 2 സാധനങ്ങളാണ് ഒലിവ് ഓയിലും. പിന്നെ നമുക്ക് പിസയൊക്കെ മേടിക്കുമ്പം നമുക്ക് ഇങ്ങനത്തെ അതിൻ്റെ ഒപ്പം കിട്ടും. നമുക്ക് ഈ സാധനം നമ്മൾ പൊട്ടിച്ച് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ചില ആൾക്കാർ ഫ്ലേവറിന് വേണ്ടി അതിൻ്റെ പുറത്ത് പൊട്ടിച്ച് അപ്പം തന്നെ പൊട്ടിച്ചിട്ട് കഴിക്കാറുണ്ട്. പക്ഷേ ഞാനിത് ഇവിടെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ടേസ്റ്റിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ഇത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. സിസേഴ്സ് എടുക്കട്ടെ. ഇതൊരു 2 പാക്കറ്റ് ഇട്ട് കൊടുക്കാവേ. ഒലിവ് ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ അത്, ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവേ. നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക.
അതിലിപ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ട്. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് അത്യാവശ്യം നല്ലതുപോലെ ഉപ്പുണ്ട്. ഞാൻ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൊണ്ട് മദേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ആവശ്യത്തിന് തന്നെ നല്ലോണം ഉപ്പുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ആവശ്യത്തിലധികം ഉപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ഉപ്പും കാര്യങ്ങളും ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഉപ്പ് കുറച്ചും കൂടി അധികം, ഞാൻ വളരെ ഉപ്പ് ഭയങ്കര മൈൽഡായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഉപ്പ് വേണം എന്ന് തോന്നുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. എന്നിട്ട് ഈ അരപ്പ് നല്ല പോലെ ഇതിൽ കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത്രയും അരപ്പ് മതിയോ ഈ 4 പീസിന് എന്നുള്ളത്. ഇത് ധാരാളം മതി കേട്ടോ. ഞാൻ ഈ 4 പീസിന് ഇങ്ങനെ കട്ടിങ് ഇട്ടിട്ടുണ്ട്. ഈ 4 കട്ടിങ്ങിൻ്റെ ഉള്ളിൽ കൂടി നല്ലതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഇത് ഈ ഒരു 4 പീസ് ചിക്കന് ഉള്ള ഒരു കറക്റ്റ് പോർഷൻ അളവാണ് കേട്ടോ. കറക്റ്റ് അളവാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് കൂടുതൽ ചേർക്കാം, കുരുമുളക് പൊടി ചേർക്കേണ്ടവർക്ക് കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാം, ഉപ്പ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ലെമൺ പുളി കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാവേ. ഒരു 2 മണിക്കൂർ നേരമൊക്കെ നന്നായി പരട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്തൊക്കെ നേരത്തെ പരട്ടി വെക്കാം. തലേ ദിവസം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പരട്ടി ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഫ്രൈ ചെയ്ത് കൊടുത്തു വിടാനും ഒക്കെ നല്ലതാട്ടോ അത്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഇതിങ്ങനെ ഒരു അരിപ്പ പാത്രം പോലത്തെ ഒരു പാത്രമാണ്. അപ്പം ഞാൻ ഓൾറെഡി വെള്ളം ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിക്കാവേ. എന്നിട്ട് ആദ്യം വേവുള്ള വെജിറ്റബിൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കാനും പറ്റും. അല്ലെങ്കിൽ വേകുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും. അപ്പം ഇതിന് മാത്രമാണ് കുറച്ച് വേവുള്ളത്. അപ്പം അത് ആദ്യം ഒന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് വേവേ ഉള്ളൂ കേട്ടോ. ഒന്ന് നമുക്ക് വേകാനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറി കിട്ടിയാൽ മതി. വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് വേകാനായിട്ട് വെക്കാം. ഞാനിവിടെ 1 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് 1 കപ്പ് റൈസ് കഴുകി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഈ റൈസിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇടുന്നതെന്നുള്ളത് നോക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് റൈസും റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഗാർലിക് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെജിറ്റബിൾസിലേക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഇത്രയ്ക്ക് അധികം ഗാർലിക് ചതച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ഒരു ഹാഫ് ബട്ടർ മതി കേട്ടോ. ഈ പീസിൻ്റെ ഒരു ഹാഫ് ബട്ടർ മതി.
ഇതിൻ്റെ ഒരു ഹാഫ് ബട്ടർ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് സിമ്മിലിട്ടിട്ട് ഞാൻ ഈ റൈസിന് ആകെ കൂടി ഗാർലിക്കിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമേ വരുത്തുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേനും നമ്മൾ റൈസ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ വൈറ്റ് സോസ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് ആ റൈസിൻ്റെ ഇത് മാറിപ്പോവേ, കരിഞ്ഞു പോവരുതേ. ഈ റൈസിൻ്റെ ഇതിങ്ങനെ വടിച്ചിടാം. ഇനി ഈ റൈസിലേക്ക് ഈ റൈസ് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ടിട്ട് നമുക്കിത് അടച്ച് വേവിക്കാം കേട്ടോ. അപ്പം ഒരു ഗ്ലാസ്, ഈ കപ്പിന് നമ്മൾ 1 ഗ്ലാസ് റൈസാണ് എടുത്തത്, 1 കപ്പ് റൈസാണ് എടുത്തത്. അപ്പം ഇതിന് നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിക്കും കേട്ടോ. അപ്പം ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ലോങ് റൈസ് വേണ്ട ആൾക്കാർക്ക് ലോങ് റൈസ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതിൽ ജീരകശാല റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഇത്രയും കുക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ബ്രോക്കലിയും, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറി കിട്ടിയാൽ മതിയേ. റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ഇത് സുക്കിനിയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കോണും ചേർക്കാൻ പറ്റും കേട്ടോ. ഞാൻ കോണ് മേടിച്ചത് അത്രയും നല്ല കോണല്ലായിരുന്നു, ഒരു എന്താ പറയുക, അത്ര ഇച്ചിരി ഒരു പഴയ ടൈപ്പ് കോണായിരുന്നു എനിക്ക് കിട്ടിയത്. അത്രയും നല്ലൊരു ഇതല്ലായിരുന്നു വന്നത്. അപ്പം അത് കാരണം കൊണ്ട് ഞാനത് ഇട്ടില്ല. അതും കൂടി ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കുമേ. വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കാം കേട്ടോ. വെറുതെ ഇങ്ങനെയൊന്ന് തൂവി ഇട്ടാൽ മതി. ചുമ്മാ ബോയിൽ ചെയ്ത് കഴിക്കേണ്ട ആൾക്കാർക്ക് ഇങ്ങനെ ബോയിൽ ചെയ്ത് കഴിക്കാം, നല്ലതാണ്. ഇനി അതല്ല, ഇറ്റാലിയൻ സീസണിങ് ഇട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ബട്ടർ ചേർത്തിട്ട് അങ്ങനെയും കഴിക്കാം. റൈസ് ഒന്ന് തിളച്ച് തുടങ്ങിയപ്പോൾ ഞാനൊന്ന് സിമ്മിലിട്ടേ, ഒന്ന് വെന്ത് വരട്ടെ നന്നായിട്ട്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും കേട്ടോ, ഇവിടെ 4 പേർക്ക് കൂടിയിട്ട് എങ്ങനെയാണ് ഇത്രയും റൈസൊക്കെ കഴിച്ച് എങ്ങനെ ഇവരുടെ വയറ് നിറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. ഇവിടെ വൈകുന്നേരം റൈസൊന്നും ആരും കഴിക്കൂല. ചുമ്മാ വാവച്ചൻ അവൻ ഉണ്ടാക്കാൻ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ റൈസ് ഉണ്ടാക്കിയതാണ്. ഇവിടെ ഇത് റൈസ് എന്ന് പറയുന്ന സാധനം വൈകുന്നേരം ആരും കഴിക്കൂല. അപ്പോൾ അവൻ റൈസ് ഉണ്ടാക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിൻ്റെ കൂടെ ഞാൻ റൈസ് ഉണ്ടാക്കിയതാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ വറക്കാം കേട്ടോ. ഇത് കുറച്ച് നേരം കൂടി കൂടുതൽ ഇരുന്നാൽ ടേസ്റ്റ് കൂടുകയുള്ളൂ. വളരെ കുറച്ച് എണ്ണ മാക്സിമം ഉപയോഗിക്കാം, പക്ഷെ അടി പിടിക്കാതെ നോക്കണം കേട്ടോ. ബട്ടറിൽ ചെയ്തെടുത്താൽ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. ടേസ്റ്റി വേണോ ഹെൽത്തി വേണോ വാവച്ചി?
ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മളിത് അടച്ച് വെക്കണം. നമ്മൾ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇത് കുക്കായി കിട്ടണം. ഇങ്ങനെ ഇട്ട് കഴിയുമ്പം ഇത് ഭയങ്കര ഡ്രൈ ആയിപ്പോവും. കുറച്ച് എണ്ണയല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം ഇത് അടച്ച് വെച്ചില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അടച്ച് വെച്ചാലേ അത് നല്ല സോഫ്റ്റായിട്ട് ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത് കറക്റ്റായിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇതെവിടെ ഇരുന്ന് വേകട്ടെ. അപ്പം നമ്മളുടെ വെജിറ്റബിൾസ് ആയി കാണും. തീയെല്ലാം ഓഫ് ചെയ്തു. ഇത് ഒരുപാട് കുക്കായി പോവരുത് കേട്ടോ വെജിറ്റബിള്. നമ്മുടെ വെജിറ്റബിൾ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇടാൻ പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ എൻ്റെ റൈസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ ഇരുന്നിട്ട് ആ ചൂടിനിരുന്ന് അത് വെന്തു. റൈസൊക്കെ കുക്ക് ചെയ്യാനിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാം. അതവിടെ ഇരുന്ന് വെന്തു. ആകെ കൂടി 1 കപ്പ് റൈസല്ലേ ഉള്ളൂ. അവിടെ ഇരുന്ന് ചൂടിന് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്നെങ്കിൽ നമുക്കിങ്ങനെ തുറന്ന് വെക്കാം, അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിനകത്ത് ഉപ്പും കാര്യങ്ങളും എല്ലാം കറക്റ്റാട്ടോ. അപ്പം നമുക്ക് കുറച്ച് നേരമായിട്ടോ നമ്മുടെ ചിക്കൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരമായേ. നമുക്ക് നോക്കാം. ഇത് കണ്ടോ, നമ്മൾ ആകെ കുറച്ച് അരപ്പേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. കണ്ടോ, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് അത് കുക്കായിക്കോളും. ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ഒരു സിമ്മിലിടാനായിട്ട് നോക്കണം. നമ്മൾ അടുത്ത പാൻ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾ സോട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഒരു പീസ് ബട്ടർ അത്ര ഹെൽത്തി ഒന്നും അല്ല, പക്ഷെ ടേസ്റ്റിയാണ്. വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് ഇറ്റാലിയൻ സീസണിങ് കേട്ടോ. എൻ്റെ ക്ലോത്ത് എന്തിയേ, ഞാൻ എവിടെ വെച്ച് കിട്ടി എൻ്റെ ക്ലോത്ത് കിട്ടി. ഇനി ഒരു 1/2 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ് ഇടണേ. എന്നിട്ട് നല്ല പോലെ സോട്ട് ചെയ്യാം. ബട്ടർ കുറച്ചുകൂടി വേണോ? വേണമെങ്കിൽ ഇടാം. നീയല്ലേ പറഞ്ഞ ഹെൽത്തി ആയിട്ട് വേണമെന്ന്. ഇതുപോലെ ഒലിവ് ഓയിൽ ഒഴിച്ചാൽ മതിയോ? ബട്ടർ ഇടാം, ഞാൻ ഇട്ടോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കഴിച്ചാൽ മതി. പിന്നെ നമ്മളുടെ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് നമ്മളിതിൻ്റെ അകത്ത് ഇപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പം നമുക്ക് ഉപ്പ് ചേർക്കാവേ ആവശ്യത്തിന്. ഈ ഉപ്പ് സൂക്ഷിച്ചിടണം, വളരെ കുറച്ച് ഇടാവുള്ളൂ. കുറച്ചിട്ടാൽ തന്നെ അപ്പോൾ നമ്മുടെ ഡിന്നറിന് സെർവ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് പ്ലേറ്റ് ചെയ്ത് കാണിക്കാം, എൻ്റെ മനസ്സിലുള്ളത് പോലെ കേട്ടോ. അപ്പം നമ്മുടെ റൈസ്
ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്ലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടോ, ചിക്കൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ആഹാ ഓക്കെ. ഇതിൻ്റെ എല്ലാ പീസും ഇതുപോലെ തന്നെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരാന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ഇടാം. പിന്നെ ഒരു ഡിപ്പും കൂടി വെച്ചിട്ടുണ്ട്. ഇത് മയോണൈസാണ്. ഇതത്ര ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഇതിന് പകരം നിങ്ങൾക്ക് അവക്കാഡോയുടെ ഡിപ്പോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ചിക്കൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. ഇത് അധികം ഓയിൽ കാര്യങ്ങൾ, ഇപ്പം ഞാനിതിൻ്റെ അകത്ത് ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വേറെ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഇതിലും കുറച്ച് ഓയിൽ ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എയർ ഫ്രയറിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഹെൽത്തി ആയിട്ടുള്ള വേർഷനിൽ. പക്ഷേ ഇതിൻ്റെ ഞാൻ പരട്ടി വെച്ചിരിക്കുന്ന ആ പരട്ട് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരിതാണ്. അപ്പം നിങ്ങളുടെ കമൻറ്റ് ചെയ്യണം, എന്നിട്ട് ഇത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. ബൈ.